മണിച്ചൻ ഇന്നലെ രാത്രി എന്തോ പറഞ്ഞല്ലോ. മേഘനാഥനെ തലകുത്തി മറിച്ചു നിർത്തി എന്തോ സ്വഭാവം മാറ്റുമെന്ന്. എന്നിട്ട് എന്തായി? എന്താ ഏതാനും മിനിറ്റുകൾക്കകം കൂടിപ്പോയാൽ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ മേഘൻ സാറിന്റെ സ്വഭാവം മാറിയിരിക്കും. അതിനുള്ള എല്ലാ വകുപ്പും ഒപ്പിച്ചിട്ടാ ഈ മണിച്ചനിപ്പോ വന്നേക്കുന്നത്. എങ്ങനെ സ്വഭാവം മാറ്റുമെന്നാ മണിച്ചൻ ഈ പറയുന്നേ? ആ തൃപ്പങ്ങോട്ട പെണ്ണിനെ നീ കൊണ്ടുവരും ഇങ്ങോട്ട്. അതല്ലാതെ ഈ സ്വഭാവം മാറാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല ഇതുവരെ. എന്നാ വഴിയുണ്ട് ഭവാനിയമ്മേ. ആ വഴി ഞാൻ വെട്ടിക്കഴിഞ്ഞു. വെട്ടി വഴി ആളും പുറപ്പെട്ടു വന്നോണ്ടിരിക്കുക. ആണോ? ആ, ഏതു വഴിയാ നീ വെട്ടിയത്? പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. പറയാം. മേഘൻ സാറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വീക്ക്നെസ് ആരാധ കുഞ്ഞാ. പക്ഷെ അതിന് മുമ്പൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഒരു പയ്യൻസ്. ആ ഭവാനമ്മയ്ക്ക് അറിയാന്നേ. അന്ന് സാറിന് ബോധം പൊക്കണമില്ലാത്ത സമയത്തുള്ളതാ. സാറിന് മൃതസഞ്ജീവന് കൊടുത്ത ആ ചെക്കനില്ലേ, അച്യുത്. അവനെപ്പം കണ്ടാലും സാറ് മറ്റെല്ലാം മറക്കുന്നു ഉറപ്പാ. അവനെ കുറച്ച് സമയത്തെങ്കിലും ഇവിടെ ഈ വീട്ടിൽ കൊണ്ട് നിർത്താമോ എന്ന് അവൻ്റെ അമ്മ അഞ്ജലിയോട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു. അവർക്ക് പൂർണ്ണ സമ്മതം. അമ്മയും മകനോട് ഇപ്പം ഇവിടെ വരും. അവർക്ക് ഗ്രാൻഡായ സ്വീകരണം ഒരുക്കണമെന്നാ മേഘൻ സാർ പറഞ്ഞേക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാ ഞങ്ങൾ ചിലരൊക്കെ. ഈശ്വര, എങ്ങനെയായാലും ആരുടെ വരവുകൊണ്ടായാലും മേഘന്റെ മനസ്സൊന്ന് ശാന്തമായ മതിയായിരുന്നു. ആ, അവരെപ്പോ വരുമെന്നാ പറഞ്ഞത്? രാവിലെ തന്നെ പുറപ്പെടുമെന്നാ പറഞ്ഞത്. അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ അവരുടെ എത്തും. അച്യുതനെ കണ്ടിട്ടുണ്ട്, അവന്റെ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ ഇന്ന് വേണമെന്ന് കാണാൻ. എനിക്കൊന്ന് കാണണം. ഇല്ല, നിങ്ങൾ ആരും അവളെ കാണില്ല. നിങ്ങളുടെ കൺമുന്നില് കാണിക്കില്ല ഞാൻ അവളെ. എന്റെ കോട്ടയ്ക്കൽ വിശ്വനാഥ, എന്താ ഞാൻ ഈ കാണുന്നേ? അയ്യോ, ഭവാനിയമ്മേ. മേഘനാഥ! അയ്യോ, ചോരം. മോനെ! നല്ലപോലെ മുറിച്ചല്ലോ ഭവാനിയമ്മേ. മേഘ! സുഭദ്രം സുഭദ്രം